كتاب بشلوم لهرجو دمو وشبعين وهاد ദിലേശോനോ സുറിയോയോ. സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ 171 ക്ലാസ്സിലേക്ക് സ്വാഗതം. വെസ്റ്റ് സിറിയക് ഗ്രമാറ്റിക്കൽ എയ്ഡ്, പാശ്ചാത്യ സുറിയാനി വ്യാകരണ സഹായി എന്ന പുസ്തകത്തിലെ 5ാമത്തെ പാഠത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൻ്റെ ഉള്ളടക്കം. ഇന്നത്തെ ക്ലാസ്സിൽ ദോലാദ് എന്ന വിഭക്തിയോട് സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്ന രീതിയാണ് ആദ്യം കാണുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ലോമാദ്, ബേത്ത് എന്നീ വിഭക്തികളോട് സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്ന രീതി നാം കണ്ടിരുന്നു. ദോലദ് എന്ന വിഭക്തിയോട് നേരിട്ടല്ല, ദീൽ എന്ന രൂപത്തോടാണ് സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നത്. ദോലദ് എന്ന വിഭക്തിയുടെ അർത്ഥം ഓഫ് അല്ലെങ്കിൽ അപ്പോസ്ട്രോഫിയസ്, ഇൻഡേ, ഉഡേ, ലേ എന്നെല്ലാമാണ്. ദോലാദിനോട് നേരിട്ടല്ല, ദീൽ എന്ന് അതിരൂപഭേദപ്പെടുത്തി ദീലിനോടാണ് സഫിക്സസ് ചേർക്കുന്നത്. അത് ചേർത്തിരിക്കുന്നത് നമുക്ക് കാണാം. ദീലേഹ് അവൻ്റെ, ദീൽഹൂൻ അവരുടെ, ദീലോഹ് അവളുടെ, ദീൽഹേൻ അവരുടെ, ദീലോക് നിൻ്റെ, ദീൽക്കൂൻ നിങ്ങളുടെ, ദീലേക് നിൻ്റെ ഫെമിനിൻ, ദീൽക്കേൻ ഫെമിനിൻ പ്ലൂറൽ നിങ്ങളുടെ, ദീൽ എൻ്റെ, ദീലാൻ ഞങ്ങളുടെ. സുറിയാനിയിൽ ഉടമസ്ഥാർത്ഥം 2 രീതിയിൽ നമുക്ക് സൂചിപ്പിക്കാം. ഒന്നാമതായിട്ട് ഒരു നാമത്തോട് നേരിട്ട് സാർവനാമിക പ്രത്യയം ചേർത്തിട്ടും സാർവനാമിക പ്രത്യയങ്ങൾ ദോലാദിനോട് ചേർത്ത രൂപം നാമത്തോട് ചേർത്തു. 2 രീതിയിൽ നമുക്ക് ഉടമസ്ഥാർത്ഥം സുറിയാനിയിൽ കാണാം. ഇവിടെ നോക്കുക. കുത്തോബേഹ്, കുത്തോബോ എന്ന നൗണിനോട് ഏഹ് എന്ന സാർവനാമിക പ്രത്യയം ചേർത്തിരിക്കുന്നു. കുത്തോബേഹ് അവൻ്റെ പുസ്തകം, കുത്തോബോഹ് അവളുടെ പുസ്തകം, കുത്തോബോക്ക് നിൻ്റെ പുസ്തകം, കുത്തോബേക്ക് നിൻ്റെ പുസ്തകം ഫെമിനിൻ, കുത്തോബ് എൻ്റെ പുസ്തകം. ഇപ്പോൾ സാർവനാമിക പ്രത്യയങ്ങൾ നേരിട്ട് നാമത്തോട് ചേർത്താണ് ഇവിടെ ഉടമസ്ഥാർത്ഥം സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് ഒരു രീതി. മറ്റ് രീതി, ദോലാദിനോട് സാർവനാമിക പ്രത്യയങ്ങൾ ചേർത്ത രൂപം അതുപയോഗിച്ചും നമുക്ക് ഉടമസ്ഥാർത്ഥം സൂചിപ്പിക്കാം. കുത്തോബോ ദീലേഹ് അവൻ്റെ പുസ്തകം, കുത്തോബോ ദീലോഹ് അവളുടെ പുസ്തകം, കുത്തോബോ ദീലോക് നിൻ്റെ പുസ്തകം, കുത്തോബോ ദീലേക് നിൻ്റെ പുസ്തകം ഫെമിനിൻ, കുത്തോബോ ദീൽ എൻ്റെ പുസ്തകം. നമുക്കൊന്നിച്ച് കാണാം. കുത്തോബോ ദീലേഹ് അല്ലെങ്കിൽ കുത്തോബേഹ്, രണ്ടിനും ഒരേ അർത്ഥം തന്നെയാണ്, അവൻ്റെ പുസ്തകം. കുത്തോബോ ദീലോഹ് അവളുടെ പുസ്തകം, കുത്തോബോഹ് അവളുടെ പുസ്തകം, കുത്തോബോ ദീലോക് അല്ലെങ്കിൽ കുത്തോബോക്ക് നിൻ്റെ പുസ്തകം, കുത്തോബോ ദീലേക് അല്ലെങ്കിൽ കുത്തോബേക്ക് നിൻ്റെ പുസ്തകം, കുത്തോബോ ദീൽ അല്ലെങ്കിൽ കുത്തോബ് എൻ്റെ പുസ്തകം. ഇനി വേറൊരു രീതിയുമുണ്ട്. ദോലാദ് എന്ന വിഭക്തിയും അതിനോട് കൂടെ തന്നെ സാർവനാമിക പ്രത്യയവും കൂടി ചേർത്തും ഉടമസ്ഥാർത്ഥം സൂചിപ്പിക്കാം. ബൈത്തോ ദ് മൽക്കോ രാജാവിൻ്റെ വീട്, ബൈത്തേഹ് ദ് മൽക്കോ അവൻ്റെ വീട് രാജാവിൻ്റെ എന്നല്ല, അത് രാജാവിൻ്റെ വീട് എന്ന് തന്നെയാണ്. ഇപ്പോൾ കുത്തോബോദ് മൽക്കോ എന്ന് പറയാം, ബൈത്തോദ് മൽക്കോ എന്ന് പറയാം, അല്ലെങ്കിൽ ബൈത്തേഹ് ദ് മൽക്കോ എന്നും പറയാം. ബൈത്തോദ് മൽക്കേ
രാജാക്കന്മാരുടെ വീട്. ബൈത്തുഹൂൻ ദ് മൽക്കേ. മൽക്കേ പ്ലൂറൽ ആയതുകൊണ്ടാണ് ബൈത്തുഹൂൻ വന്നത്. മൽക്കോ സിംഗുലർ ആയതുകൊണ്ടാണ് ബൈത്തേഹ് വന്നത്. ഇനിയും ബൈത്തോ ദ് മൽക്തോ അല്ലെങ്കിൽ ബൈത്തോഹ് ദ് മൽക്കോ, രാജ്ഞിയുടെ വീട്. ബൈത്തോ ദ് മൽക്കോസോ അല്ലെങ്കിൽ ബൈത്ത് ഹേൻ ദ് മൽക്കോസോ. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് സാർവനാമിക പ്രത്യയങ്ങൾ പൊതുവെ ചേർക്കുന്നത് അതിൻ്റെ അവസാനത്തെ ഓലാഫും ഓ എന്ന സ്വരവും നീക്കം ചെയ്യുമ്പോൾ ലഭിക്കുന്ന രൂപത്തോടാണ്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു നാമമാണ് അത്സോ. വുമൺ അല്ലെങ്കിൽ വൈഫ്, സ്ത്രീ അല്ലെങ്കിൽ ഭാര്യ. എല്ലാ ഏകവചന പ്രത്യയങ്ങളും ഇതിൻ്റെ അത്സ് എന്ന രൂപത്തോടും എല്ലാ ബഹുവചന പ്രത്യയങ്ങളും അത്താസ് എന്ന രൂപത്തോടുമാണ് ചേർക്കുന്നത്. അതിൻ്റെ എക്സെപ്ഷൻ പ്രഥമ പുരുഷൻ, ഫസ്റ്റ് പേഴ്സൺ മാത്രമാണ്. പ്രഥമ പുരുഷൻ ബഹുവചനം അത്സ് എന്ന രൂപത്തോടും പ്രഥമ പുരുഷൻ ഏകവചനം അത്താസ് എന്ന രൂപത്തോടും ചേർക്കുന്നു. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. നമുക്കത് ചേർത്തത് കാണാം. അത്സേഹ് അവൻ്റെ ഭാര്യ, അത്താസ്ഹൂൻ അവരുടെ ഭാര്യ, അത്സോഹ് അവളുടെ ഭാര്യ, അത്താസ്ഹേൻ അവരുടെ ഭാര്യ, അത്സോഖ് നിന്റെ ഭാര്യ, അത്താസ്കൂൻ നിങ്ങളുടെ ഭാര്യ, അത്സേഖ് നിന്റെ ഭാര്യ, അത്താസ്കേൻ നിങ്ങളുടെ ഭാര്യ. ഇവിടെയെല്ലാം സിംഗുലർ സഫിക്സ് എല്ലാം അത്സ് എന്ന രൂപത്തോടും പ്ലൂറൽ സഫിക്സ് എല്ലാം അത്താസ് എന്ന രൂപത്തോടുമാണ്. ഫസ്റ്റ് പേഴ്സൺ വരുമ്പോൾ ഇവിടെ വ്യത്യാസം വരും. സിംഗുലർ സഫിക്സായ യൂത് അത്താസ് എന്ന രൂപത്തോടും ആൻ എന്ന പ്ലൂറൽ സഫിക്സ് അത്സ് എന്ന രൂപത്തോടുമാണ്. അത്താസ് മൈ വൈഫ്, അത്സാൻ അവർ വൈഫ്. ഇതുപോലെ കുറേ നാമങ്ങളുണ്ട്. അതിലെ ഏതാനും ചില നാമങ്ങൾ നമുക്ക് കാണാം. ഈ നേരത്തെ പറഞ്ഞതുപോലെ അത്സിനെ പോലെ. ആദ്യത്തെ നാമമാണ് ബ്രോ, പുത്രൻ. അപ്പോൾ അതിൻ്റെ സിംഗുലർ സഫിക്സ് എല്ലാം ബ്ർ എന്ന രൂപത്തോടും പ്ലൂറൽ സഫിക്സ് എല്ലാം ബെർ എന്ന രൂപത്തോടും, എക്സെപ്റ്റ് ഫസ്റ്റ് പേഴ്സൺ. ദുമോ രക്തം, സിംഗുലർ സഫിക്സ് എല്ലാം ദുമ്, പ്ലൂറൽ എല്ലാം ദേം എന്ന രൂപത്തോടും. ഹൈക്കിലോ സിംഗുലർ സഫിക്സ് ഹൈക്കില് എന്ന രൂപത്തോട് ചേർക്കുമ്പോൾ പ്ലൂറൽ സഫിക്സ് എല്ലാം ഹൈക്കാൽ എന്ന രൂപത്തോട് ചേർക്കുന്നു. മിമ്രോ ഇതിനോട് സിംഗുലർ സഫിക്സ് മിമ്ര എന്ന രൂപത്തോടും പ്ലൂറൽ സഫിക്സ് എല്ലാം മീമാർ എന്ന രൂപത്തോടും ചേർക്കുന്നു. ഇതുപോലെ റൊഹ്മോ സ്നേഹിതൻ, റൊഹ്മ് റോഹേം. മൽക്തോ ക്യൂൻ, മൽക്ത് മൽക്കാസ്. മിദീത്തോ മിദീത്ത് മിദീനാത്ത്. ഷ്മോ ഷ്മ് ഷെം. അപ്പോൾ എല്ലാ ഏകവചന പ്രത്യയങ്ങളും ചേർക്കുന്നത് ബിർ, ദുമ്, ഹൈക്കില്, മിമ്ര, റൊഹ്മ്, മൽത്ത്, ദീനാസ്, ദീത്ത്, ഷ്മ എന്ന രൂപത്തോടാണ് ചേർക്കുന്നത്. ബഹുവചന പ്രത്യയങ്ങളെല്ലാം ബേർ, ദേം, ഹൈക്കാൽ, മീമാർ, റോഹേം, മൽക്കാസ്, ദീനാസ്, ഷേം എന്ന രൂപത്തോടാണ് ചേർക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് പേഴ്സൺ മാത്രം തിരിഞ്ഞു വരും. ഇനി ഇതുപോലെ ഏതാനും പ്രിപ്പോസിഷൻസുമുണ്ട്. ഉദാഹരണം ബോത്താർ, ആഫ്റ്റർ. അതിനോട് ബൊത്ര എന്ന നാമത്തോടാണ് സിംഗുലർ സഫിക്സ്, ബോസാറിനോട് പ്ലൂറൽ. ബെസ്താർ എന്ന പ്രിപ്പോസിഷൻ വരും. ബെസ്ത്രിനോട് സിംഗുലർ സഫിക്സ്, ബെസ്താറിനോട് പ്ലൂറൽ. ലുക്കുബാൽ എന്നതിൻ്റെ സിംഗുലർ സഫിക്സ് ചേർക്കുന്നത് ലുക്കുബില് എന്ന രൂപത്തോടും പ്ലൂറൽ സഫിക്സ് ചേർക്കുന്നത് ലുക്കുബാൽ എന്ന രൂപത്തോടും. ഏകവചനം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ എല്ലാം ഓപ്പോസിറ്റായിട്ട് വരും.
അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് പാശ്ചാത്യ സുറിയാനി വ്യാകരണ സഹായ് എന്ന പുസ്തകത്തിലെ 5ാമത്തെ പാഠമാണ്. ദോലത് എന്ന വിഭക്തിയോട് സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്ന രീതി, ഉടമസ്ഥാർത്ഥ രൂപം സൂചിപ്പിക്കുന്നതിനുള്ള 2 മാർഗങ്ങൾ, പൊതുനിയമത്തിൽ നിന്നും വ്യത്യസ്തമായി സാർവനാമിക പ്രത്യയങ്ങൾ സ്വീകരിക്കുന്ന നാമങ്ങൾ, അതുപോലെ തന്നെ ചില പൂർവ്വപദങ്ങൾ. എല്ലാവർക്കും വളരെയധികം നന്ദി. തൗദി സാഗി.